ഹായ്, ഞാനേ ഇന്ന് രാവിലെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് പറയാം കേട്ടോ. എന്നാൽ ഹെൽത്തി ആവും വേണം. മഴക്കാലത്ത് നമ്മുടെ ഈ തണുപ്പിനൊരു മഴക്കാലം തുടങ്ങിയോണ്ട് ഈ തണുപ്പിനും എന്നാൽ നമുക്ക് പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പറയാനാണ്. ഒരു 2 എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ കറിവേപ്പില, പച്ചമുളക് നമ്മൾ സാധാരണ ചെയ്യണ പോലെ അങ്ങനെ ഒരു 2 എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക ഉപ്പ് ഇട്ടിട്ട്. എന്നിട്ട് ഒരു 2 ചപ്പാത്തി ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗ് കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. അത് കാണിക്കാനാണ്. ഇപ്പോൾ ഇതാ ഞാൻ സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക കേട്ടോ. അതിൽ ഒരു കഷ്ണം ബട്ടർ ഇട്ടു, പച്ചമുളക്, കറിവേപ്പില ഇട്ടു. ഇതാ ആ എഗ്ഗും ഒഴിച്ചു. ഇനി ഇതൊന്ന് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് വീണ്ടും ഒരു കഷ്ണം ബട്ടർ ഇട്ടു, കുറച്ച് ഗാർലിക്ക്, ഇങ്ങനെ ചോപ്പ് ചെയ്ത ഗാർലിക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് മൂപ്പിക്കുക. ഈ ഗാർലിക്കിൻ്റെ പച്ചമണം എന്ന് വേണം. ഇതൊക്കെ സിമ്മിൽ വെച്ച് ചെയ്യണം കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിലാവരുതേ. ഇങ്ങനെ ഇതാക്കുക. ദെൻ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ പാലും ഒഴിക്കാം. ഒരു ലേശം മൈദ കലക്കിയത്, ഒരു കറിയാക്കാൻ വേണ്ടിയിട്ട് മൈദ ഒരു അര ടേബിൾ സ്പൂൺ മൈദ കലക്കി ആ വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതൊരു കറിയുടെ ലെവലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഇതങ്ങനെ ഇതിൻ്റെ ചില്ലിയുടെ ഫ്ലേക്സ് ഇടാം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി ആക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് കണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല കറി ആയിക്കും. അത് ഞാൻ കറിയായിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ മൈദ കലക്കിയതും 2 സ്പൂൺ പാലും ആ ഗാർലിക്കിലിട്ടു. ദെൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ദെൻ ആ ചില്ലി ഫ്ലേക്സ്, ദെൻ കുരുമുളക് പൊടി. ഇനി ഇതിനെ ഒന്നിങ്ങനെ നമ്മൾ സോട്ട് ചെയ്യുക. എന്നിട്ട് ഈ സോട്ട് ഇപ്പോൾ ഇതൊരു തരം നമ്മൾ മയണൈസ് പോലെയൊക്കെ ഒരു ഇതായി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഇട്ടു. ദെൻ അതിനെ ഒന്ന് സോട്ട് ചെയ്തു. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ലെമൺ ജ്യൂസും അതിലാണ് പിഴിയുക. ഇനി ഒരു 2 ചപ്പാത്തിയും ഈ ഒരു കറി ഉണ്ടെങ്കിൽ രാവിലെ നമുക്ക് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായി. ഇത് ഈ ഗാർലിക്കൊക്കെ ഒന്ന് സോട്ട് ചെയ്തുകൊണ്ടേ ഇപ്പം ഡൈജഷനും പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ പ്രോട്ടീനുമായി, മിനറൽസുമായി, വൈറ്റമിൻസുമായി, ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചാൽ നമുക്ക് സുഖമായിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായി. ഇത് കുട്ടികൾക്കടക്കം പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്ക് മീൻസ് ചെറിയ കുട്ടികൾക്കല്ല കേട്ടോ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ രാവിലെ ഇഷ്ടമായിട്ട് കഴിക്കുകയും ചെയ്യും, എന്നാൽ വേഗം ഡൈജഷനും നടക്കും. ഇങ്ങനെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ആ ചപ്പാത്തിയുടെയും കറിയുടെയും കൂടെ കുറച്ച് പുതിന ചട്നി. ഇത് പുതിന കേട്ടോ, ഒരു പിടി പുതിനയുടെ ഇല, അതിൽ ഒരു പിടി തേങ്ങ, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പ്, തൈര്, ലേശം തൈര്, അരയ്ക്കാനുള്ള തൈര്, അതും കൂട്ടിയിട്ട് ഒന്നിച്ചാണ്ട് അരച്ചതാണ്. വേറെ ഒന്നും ചെയ്യില്ല. ഇതും ആ ചപ്പാത്തിയും ആ കറിയും ഈ പുതിന ചട്നിയും കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ദഹനത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവും. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ രാവിലെ ഇഷ്ടത്തോടെ അവർ കഴിക്കുകയും ചെയ്തോളും. അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ. ഓക്കേ.